കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാനാണല്ലോ പറയാ. എൻ്റെ ഈ സൂര്യയുടെയും കൊച്ചാണിത്. അതെ, 60 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആഗ്രഹങ്ങളെന്ന് കേൾക്കുമ്പോൾ വലിയ എന്താണെന്ന് തോന്നും. സംഭവം അതൊന്നല്ല, കുറച്ച് അമ്പലങ്ങൾ പോകണം, അത്രയേ ഉള്ളൂ. അതും നമ്മളോട് പറയൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് നമ്മ സ്വയം കരുതിയ ഒന്നായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ കാണാൻ പോകുക എന്നത്. അതിനായി തിരുവനന്തപുരം പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് റെഡി ആകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നാണ് തോന്നിയത് അങ്ങോട്ട് പോയി അവിടെ നിന്ന് തിരുവനന്തപുരം പോയാലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അമ്മോട് വേഗം റെഡി ആവാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനം സൂര്യോട് വിളിച്ച് പറഞ്ഞ് തിരുവനന്തപുരത്ത് അമ്പലത്തിനടുത്ത് കുറച്ച് ഹോട്ടൽസ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തെ ഈ കാണുന്ന ഹോട്ടലിലെത്തി. നൈറ്റ് ഒരു 11 മണിക്കാണ് എത്തിയത്. വേഗം തന്നെ കിടന്നുറങ്ങി. അങ്ങനെ 2 മണിക്ക് എണീറ്റ് റെഡിയായി 3:30 നമ്മൾ ടെമ്പിളെത്തി. അമ്മയ്ക്ക് തൃപ്തിയാവുന്നവരെ തൊഴുതു. ഈ പിക്ക് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നാലും ഇതൊക്കെ ഓരോ മെമ്മറീസ് അല്ലേ, പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗവുമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി എല്ലാത്തിനും പാവം നിന്ന് തരും. ശരിക്കും പറഞ്ഞാൽ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞിറങ്ങിയതോടെ സത്യത്തിൽ അമ്മയുടെ ആഗ്രഹം തീർന്നു. അത്രയേ ഉള്ളൂ അമ്മയ്ക്ക്. ഇനി തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരം വരെ വന്നതല്ലേ, അമ്മേനെ രാവിലെ ഗോൾഡൻ അവറിൽ കോവളം ബീച്ച് കൊണ്ടുപോയി കാണിക്കണമെന്ന്. ഞാനത് പറഞ്ഞപ്പോൾ അതൊക്കെ എന്തിനാണെന്നാണ് ആൾ ചോദിച്ചത്. പക്ഷേ കൺവിൻസ് ചെയ്യാൻ എന്നെ കഴിഞ്ഞ വേറെ ആളുള്ളൂ, അത് അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് ചെറിയ ചില വാശികൾക്ക് ശേഷം അമ്മ സമ്മതിച്ചു. അങ്ങനെ കോവളത്തേക്ക് പുറപ്പെട്ടു. അമ്മയ്ക്ക് ചായ നല്ല ഇഷ്ടമാണ്, രാവിലെ അത് നിർബന്ധവുമാണ്. അപ്പോൾ വഴിയിലെ ഈ ഒരു കടയിൽ കയറി ചായ കുടിച്ചു. കൂട്ടത്തിലൊരു പ്രോമിസ് കൂടി കൊടുത്തു, കോവളം കണ്ട ശേഷം ആഴിമല ശിവ ടെമ്പിൾ കൂടി കാണിച്ചു തരാമെന്ന്. അത് പറഞ്ഞപ്പോൾ ആൾ വീണ്ടും ഓണായി, വീണ്ടും ബാക്ക് ടു എക്സൈറ്റ്മെന്റ് മോഡായി. അങ്ങനെ കോവളം ബീച്ച് എത്തി. ലൈറ്റ് ഹൗസ് ബീച്ചാണ് പോയത്. നല്ല ഭംഗിയുള്ള ബീച്ച്, നല്ല ക്ലൈമറ്റ്, ലൈറ്റ് ഹൗസിന്റെ ഭംഗി, അങ്ങനെ എല്ലാം അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ആഴിമലയിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് സൺറൈസ് ഇതുപോലെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ആഴിമല ടെമ്പിളിലെത്തി. ആ ടെമ്പിൾ ശരിക്കും അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. അവിടെയുള്ള വലിയ ശിവ സ്റ്റാറ്റ്യൂവും ബാക്ക്ഗ്രൗണ്ടിലെ ബീച്ചും അമ്പലത്തിന്റെ ഭംഗിയും കേവ് ടെമ്പിൾ എല്ലാം അമ്മയ്ക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗുഹാക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് കയറിയ ശേഷമാണ് അറിഞ്ഞത്. പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ അമ്മയ്ക്ക് അതൊരു വട്ടം പോലും റിഗ്രറ്റ് ആയി തോന്നിയില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അമ്മയ്ക്ക് അതുകൊണ്ട് ഗുഹാക്ഷേത്രം ഒരുപാട് ഇഷ്ടമായി. ആഴിമല ദർശനത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് നാട്ടിൽ പോവുക, അതായിരുന്നു അമ്മ കരുതിയിരുന്നത്. എന്നാൽ എൻ്റെ പ്ലാൻ വേറെ ആയിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടതും അമ്മയ്ക്ക് സർപ്രൈസായി ആഴിമല ശിവ ടെമ്പിൾ കൊണ്ടുപോയതെല്ലാം കഴിഞ്ഞല്ലോ, ഇനി വീട്ടിലേക്ക് പോവല്ലേ വേണ്ടത്. അതെ, വീട്ടിലേക്ക് പോയി. പക്ഷേ ഇടയിൽ ഒരു സ്റ്റോപ്പ് കൂടി ഉണ്ടായിരുന്നെന്ന് മാത്രം. അത് വേറെ എവിടെയുമല്ല, വർക്കലയായിരുന്നു. അമ്മേനെ കൊണ്ട് വർക്കല ബീച്ച് കാണാൻ വേണ്ടി മാത്രമല്ല വർക്കലയിലേക്ക് പോയത്. വേറെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വർക്കല എന്ന സ്ഥലത്തിന്. അത് വഴിയേ പറയാം. വർക്കല പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്ര ഇഷ്ടമായില്ല. പക്ഷേ സൂര്യക്ക് വർക്കിന്റെ കാര്യത്തിന് വേണ്ടി ലാപ്പിൽ ലോഗിൻ ചെയ്യണം. വീട് വരെ പോകണമെങ്കിൽ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ മോർണിംഗ് റിട്ടേൺ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ അമ്മ ഓക്കെ പറഞ്ഞു. എന്നാൽ എൻ്റെ പ്ലാൻ അത് മാത്രമായിരുന്നില്ല. ആക്ച്വലി വർക്കിന് കയറേണ്ടത് ഒരു റീസൺ തന്നെയായിരുന്നു. അതുകൊണ്ട് സ്റ്റേ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോയി. വർക്കലയിലെ നോർത്ത് ക്ലിഫ് ഏരിയ കുറച്ച് ലൗഡ് ഏരിയ ആയതിനാൽ ഞാൻ സൗത്ത് സൈഡാണ് ചൂസ് ചെയ്തത്. കാം ബീച്ച് സൈഡ് നോക്കി ഒരു സ്റ്റേ ബുക്ക് ചെയ്തു. അവിടെ എത്തി സൂര്യ വർക്കിന് വേണ്ടി ലോഗിൻ ചെയ്തു. ഞാൻ ജസ്റ്റ് ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങി. അമ്മ റൂമിൽ റെസ്റ്റ് ചെയ്തു. എൻ്റെ പ്ലാൻ ആക്ച്വലി ഈവനിങ് അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് സൺസെറ്റ് കാണിക്കുന്നതായിരുന്നു. അതങ്ങനെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾക്കിനി സാഡ് ആവണ്ടെന്ന് കരുതിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അത്ര ഇൻട്രസ്റ്റിലെങ്കിലും ആൾ വന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോർത്ത് ക്ലിഫ് കൊണ്ടുപോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ അത് ആൾക്ക് അറിയണ്ടായില്ല. അവിടെ എത്തിയപ്പോൾ അത്രയധികം ആളുകളെ കണ്ട് അമ്മ പേടിച്ചു. അധികം ദൂരത്തേക്കൊന്നും പോവാതെ കുറച്ച് ദൂരം പോയി ക്ലിഫിന്റെ സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചു. വെജിറ്റേറിയൻ ഓപ്ഷൻസ് കുറവായിരുന്നാലും കിട്ടിയ ഫുഡ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. അതായിരുന്നു എൻ്റെ ഒരു പേടി, വെജ് നല്ല ഫുഡ് കിട്ടുമോ എന്ന്. അതെന്തായാലും കിട്ടി. ക്ലിഫ് അങ്ങനെ അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ നിൽക്കാതെ ഞങ്ങൾ റിട്ടേൺ പോന്നു. നാളെ രാവിലെ നേരത്തെ എണീക്കണം. കാരണം 200 വർഷം പഴക്കമുള്ള ശ്രീ ജനാർദ്ദന സ്വാമി ടെമ്പിൾ കൊണ്ടുപോകാമെന്ന് ഞാൻ പ്ലാൻ ഇട്ടിരുന്നു. അതുകൊണ്ട് വേഗം വീട്ടിലെത്തി കിടന്നുറങ്ങി. നാളെ ടെമ്പിൾ പോകുന്ന കാര്യം അമ്മോട് പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി ഉറങ്ങാൻ കിടന്നു. അലാറും എന്നെ കൊണ്ട് വെപ്പിച്ചു. അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ ടെമ്പിൾ പോയി. അമ്മയ്ക്ക് ടെമ്പിൾ നല്ലപോലെ ഇഷ്ടമായി. നല്ല പോസിറ്റീവ് എനർജി തരുന്ന, അധികം ക്രൗഡഡ് അല്ലാത്ത നല്ല ശാന്തമായ ഒരു ടെമ്പിൾ. തൊഴുതിറങ്ങി പുറത്തെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ചു. ഇനി വർക്കലയായിട്ട് നമുക്കുള്ള കണക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. അമ്മയും അച്ഛനും ഞാനും കൂടി അവസാനം പോയ യാത്ര വർക്കലയിലെ ശിവഗിരിയിലേക്കായിരുന്നു. അതും 5-6 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങോട്ടേക്ക് വീണ്ടും പോകാമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അതും അമ്മയ്ക്ക് സന്തോഷം കൊടുത്ത കാര്യമായിരുന്നു. അങ്ങനെ ശിവഗിരിയിലേക്ക് പോയി. പണ്ട് ഒരുപാട് തിരക്കുള്ള സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. ഇന്ന് വളരെ പീസ്ഫുള്ളായി അന്ന് കണ്ട സ്ഥലങ്ങളെല്ലാം നടന്നു കണ്ടു. അങ്ങനെ അമ്മയുടെ ചെറിയ കുറച്ച് സന്തോഷങ്ങൾ സംഭവിച്ച ദിവസങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ അതിങ്ങനെ ഒരു ഡോക്യുമെന്റ് ആക്കി വെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത്. വീഡിയോ എടുത്തത് പലതും എൻ്റെ ട്രാവൽ പേജിൽ ഇടാൻ വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു മെമ്മറബിൾ വീഡിയോ ആ യാത്രയ്ക്ക് വേണമെന്ന് തോന്നി.